വ്യവസായം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മുതലാളിയുമായ CJ റോയ് അന്തരിച്ച വാർത്ത സോഷ്യൽ മീഡിയയിലടക്കം വലിയധികം ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നതിനിടെ മുറിക്കുള്ളിൽ കയറി സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. ഭാര്യയും മക്കളും അതീവ ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോൾ. ഏകദേശം 2 മാസമായി നടക്കുന്ന നടപടികളുടെ തുടർച്ചയാണ് ഇന്നലെയും ഉണ്ടായതെന്നാണ്. റോയ്ക്ക് മേൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസുകളിലും റോയുടെ വസതികളിലും ആദായനികുതി വകുപ്പ് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. നെഞ്ചിൽ തുളച്ചുകയറിയ വെടിയുണ്ട ഹൃദയത്തെയും ശ്വാസകോശത്തെയും കീറി മുറിച്ചാണ് പിൻഭാഗത്തോടി പുറത്തേക്ക് വന്നത്. നെഞ്ചിൽ തോക്ക് ചേർത്ത് വെച്ച് ഒറ്റത്തവണയാണ് വെടിവെച്ചത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കെ അമ്മയെ ഫോണിൽ വിളിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ടാണ് റോയ് തന്റെ ക്യാബിനിലേക്ക് പോയത്. എന്നാൽ ആ വിളി ഒരു വിടവാങ്ങലായിരിക്കുമെന്ന് ആരും കരുതിയില്ല. സ്വന്തം ലൈസൻസ് ഉള്ള തോക്കായതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് അദ്ദേഹം ജീവനൊടുക്കിയപ്പോൾ ലൈസൻസർ ഘടിപ്പിച്ചിരുന്നതിനാൽ ആ വെടിവെച്ച പോലും ആരും പുറത്തു കേട്ടില്ല. എന്നാൽ 15 മിനിറ്റിന് ശേഷമാണ് ജീവനക്കാർ മുറിയിലെ കസേരയിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചിരിക്കുന്ന റോയെ കണ്ടത്. എന്നാൽ അതേസമയം ആദായനികുതി വകുപ്പുകാരുടെ സമ്മർദ്ദം റോയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് സഹോദരനടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ അരികിൽ എന്റെ പൊന്നുമോനെ എന്ന് പൊട്ടിക്കരയുന്ന CJ റോയുടെ അമ്മയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഏവരുടെയും കണ്ണ് നനയിപ്പിക്കുന്നത് തന്നെയാണ്. ഭാര്യയ്ക്കും മകൾക്കുമൊക്കെ ഇതെങ്ങനെ താങ്ങാൻ കഴിയുമെന്നാണ് പലരും ചോദിക്കുന്നത്.